നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസത്തെ തിരുവോണം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസ ഫലങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. തിരുവോണം നക്ഷത്രക്കാർക്ക് ആദിത്യൻ 7-ലും 8-ലും സഞ്ചരിക്കുന്നു. സ്വന്തം തൊഴിൽ പുരോഗതി നാമമാത്രമാകും. കാര്യസാധ്യത അത്ര എളുപ്പമല്ല. തുടർ ശ്രമങ്ങൾ വഴി നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അനുമതി, ലൈസൻസ് മുതലായവ അലച്ചിൽ വന്നെത്തും. അല്പ തടസ്സങ്ങളാണ് കാണുന്നത്. പൊതുവേ തിരുവോണ നക്ഷത്രക്കാർക്ക് പണച്ചെലവ് നിയന്ത്രിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ തീരുമാനമെടുക്കാനുള്ള അവസ്ഥ വരാം. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സമയബന്ധിതമായി ചുമതലകൾ നിർവഹിക്കുന്നതിന് തടസ്സങ്ങളുണ്ടാകും. നേട്ടങ്ങളുണ്ടാകുമെങ്കിൽ അവയ്ക്ക് തിളക്കം കുറയും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം വന്നു ചേരുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ പ്രശ്നങ്ങളിൽ പെടാതെ നോക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. മക്കൾക്ക് ഉയർന്ന വരുമാനവും അല്ലെങ്കിൽ മക്കൾക്ക് പൊതുവെ നല്ല ഒരു സമയമാണ്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിലേക്ക് വന്നെടുക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. വിവാഹകാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റിയൊരു സമയമാണ്. പൊതുവെ തിരുവോണ നക്ഷത്രക്കാർക്ക് ആദ്യ പകുതി വളരെ മോശമാണ്. പണം ചിലവഴിക്കുന്നവർ സൂക്ഷിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് മാത്രം പണം ചിലവഴിക്കുക. അടുത്ത അവിട്ടം, ഓഗസ്റ്റ് മാസത്തിൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ. മകരക്കൂറുകാർക്ക് ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. പരാശ്രയവും മനസ്സ് മടിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകാം. അധികാരികളിൽ നിന്ന് അനുകൂല നിലപാടുകൾ കിട്ടണമെന്നില്ല. മക്കളുടെ നിർബന്ധ ശീലങ്ങൾ അല്ലെങ്കിൽ മകൻ്റെയോ മകളുടെ നിർബന്ധ ശീലങ്ങൾക്ക് നിന്നു കൊടുക്കാതിരിക്കുക. ധനാഗമം ഒച്ചിൻ്റെ വേഗത്തിലായിരിക്കും. വളരെ സാവകാശമായിരിക്കും. സാമ്പത്തികം വളരെ മെല്ലപ്പോക്കായിരിക്കും. വിശ്വസ്തരിൽ നിന്നും പ്രതീക്ഷിച്ച പെരുമാറ്റം ഉണ്ടാവണമെന്നില്ല. കുംഭക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾ സാധ്യത കാണുന്നു. കുംഭക്കൂറിൽ പെടുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് ഊഹ കച്ചവടം കൊണ്ട് മെച്ചമൊന്നും വന്നെത്തുന്നതല്ല. കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കും. അത് കടമുള്ളവർ കടന്നുണ്ടെങ്കിൽ അത് കുറേശ്ശെ നമുക്ക് കൊടുത്ത് തീർക്കാനുള്ള ഒരു സമയമാണ്. തർക്കത്തിൽ കിടക്കുന്ന ഭൂമികൾ ഉണ്ടെങ്കിൽ അത് തർക്കത്തിൽ പരിഹരിക്കാൻ പറ്റിയ ഒരു സമയമാണ്. പൊതുവേ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം അല്പം ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും പെരുമാറേണ്ടുന്ന ഒരു സമയമാണ്. അമിതമായി ധനം ചിലവഴിക്കേണ്ടുന്ന ഒരു അനുകൂല സാഹചര്യം അവിട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോഴില്ല. ഇനി ഓഗസ്റ്റ് മാസത്തിൽ വെച്ച് അതേ നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാവുന്ന ഒരു കാലമായിരിക്കും ഇപ്പോൾ ചതയ നക്ഷത്രക്കാർക്ക്. ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നൊരു സമയമാണ്. വലിയ ഓർഡർ അല്ലെങ്കിൽ വലിയ ബിസിനസ് നടക്കാനുള്ളൊരു സമയമാണ് ഇപ്പോൾ. അതിന് കൂടുതൽ കഠിനമായി അധ്വാനിക്കേണ്ടുന്നൊരു സമയം കൂടാണ് ചതയ നക്ഷത്രക്കാർക്ക്. മത്സരങ്ങളിലൊക്കെ വിജയിച്ച് കയറാനുള്ള ഒരു അനുകൂലമായ ഒരു സമയമാണ് ചതയ നക്ഷത്രക്കാർക്ക്. ആസൂത്രിതമായി ചെയ്യുന്ന കാര്യങ്ങളിൽ മികച്ച വിജയം കൈവരിക്കാനും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാനുമുള്ള ഒരു പ്രവണത ഈ മാസം അവർക്കുണ്ട്. ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കാൽ ഭൂമി വ്യാപാരം തടസ്സപ്പെടാനിടയുണ്ട്. വസ്തു വാങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാനുള്ള ഒരു സമയമാണ്. പുതിയ തലമുറയിലെ കുട്ടികൾ അമിതമായി ലഹരിക്കടിമപ്പെടാതെ നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കൾ ചതയ നക്ഷത്രത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്നൊരു സമയമാണ്. ജീവിതശൈലി രോഗങ്ങൾ ചതയ നക്ഷത്രക്കാരെ അലട്ടുന്നതാണ്. അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ടുന്ന പരിഹാരം കാണേണ്ടുന്നതുമാണ്. പിന്നെ മറ്റു തടസ്സങ്ങൾ മാറിക്കിട്ടാനായിട്ട് പതിവുപോലെ ക്ഷേത്ര ദർശനം നടത്തി ചെറിയ വഴിപാടുകൾ നടത്തി ഈ തടസ്സങ്ങൾ മാറി കിട്ടുന്നതാണ്. പൊതുവെ നല്ല ഒരു സമയം കൂടിയാണ്. നോക്കിയും കണ്ടും ചെയ്യേണ്ട സമയമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.